അപ്പൊ നമുക്ക് മഞ്ഞാലി ബിരിയാണി നോക്കിയാലോ. 800 gram ഓഫ് ചിക്കൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് പരട്ടി നമുക്ക് 1 മണിക്കൂർ മസാല എല്ലാം പിടിക്കാൻ വേണ്ടി വെക്കാം, മാറ്റിക്കാം. ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഒരു പാത്രം വെക്കാം. അതിനകത്തേക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 1.5 കപ്പ് റൈസ് ആണ് എടുക്കുന്നത്. അതിനുവേണ്ടി 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് രംബ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 രംബ ലീവ്സ് ആണ് എടുത്തേക്കുന്നത്. ഹോൾ സ്പൈസസ് ആയിട്ട് നമുക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാജീരകം 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം റൈസിലേക്ക്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് വേവിക്കാം. റൈസ് ആയോ നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസ് ഒരു 80% വെന്ത് കഴിയുമ്പോൾ ഞാൻ ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു ഏകദേശം 1 കപ്പ് കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ക്യാരറ്റും പൈനാപ്പിളും ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് മഞ്ഞാലി ബിരിയാണിയിൽ ചേർക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി കൂടുതലെടുത്ത് എനിക്ക് കുഴപ്പമില്ല പൈനാപ്പിൾ എന്നുള്ള കാരണം. നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ കുറവ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം, നല്ലപോലെ അരച്ച് വെക്കാം. നമ്മുടെ റൈസ് ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ വേവിക്കാനായിട്ട് ഒരു പാത്രം വെക്കാം. ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ അടച്ചിട്ട് വേവിക്കാം. ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ ഒരു 50% വെന്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ചിക്കൻ്റെ ഈ സ്റ്റോക്ക് നമ്മൾ ഗ്രേവിയിൽ ഒഴിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഒരു പാത്രം വെച്ച് നമുക്ക് ഓണിയൻസും കാഷ്നട്ടും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. കാഷ്നട്ട് ആഡ് ചെയ്യാം. കാഷ്നട്ട് ഒന്നായി വരുമ്പോൾ നമുക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. കിസ്മിസ് വണ്ടിപ്പരിപ്പ് അപ്പോൾ നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. ഉള്ള വറക്കാൻ വേണ്ടി നല്ലപോലെ കൈ വെച്ച് ഞാൻ തിരുമ്പി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിരുമ്പി കിടന്നിട്ട് വറക്കാം. ഇത് ഏകദേശം ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോള വറുത്തത് മാറ്റി വെക്കാം. നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അപ്പോൾ നമുക്ക് വറുത്ത് മാറ്റാം. 2 വലിയ സവോള ചേർത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ഇത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് വഴണ്ടി വരുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നല്ലപോലെ സവോള വഴണ്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാല മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്യാണ്. തക്കാളി 1 തക്കാളിയാണ് അരിഞ്ഞു വെച്ചത്, അത് ചേർക്കുകയാണ്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. തക്കാളി നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാണ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇട്ട് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 കപ്പ് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ റെഡിയായി. നമുക്കപ്പോൾ ഗ്രേവി മാറ്റി വെച്ച് സെറ്റാക്കാൻ ബിരിയാണി. അപ്പോൾ മഞ്ഞാലി ബിരിയാണി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. താങ്ക് യു.